നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അടിപൊളി തക്കാളി ചോറിൻ്റെ രഹസ്യമായിട്ടാട്ടോ. അപ്പോൾ അതെങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ ആക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി തക്കാളി ചോറാട്ടോ. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് സാധാരണ ചോറ് അവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഒരു 2 സവാള എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 തക്കാളി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു 4-5 പച്ചമുളക്, പിന്നെ ബാക്കിയൊക്കെ നമുക്ക് വഴിയേ പറയാം കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇവിടെ തീയൊന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചീനച്ചട്ടി ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൽ 1 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ഏലക്കായ, ഒരു ചെറിയൊരു കഷ്ണം പട്ട, 2 ഗ്രാമ്പു, പിന്നെ ഒരു 10-15 കുരുമുളക്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കൂടുതൽ പെരിഞ്ചീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പ് കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. എന്നതിന് ശേഷം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു വിധം എന്തായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലോട്ട് ഞാൻ സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലവണ്ണം കുഴഞ്ഞു കിട്ടുമൊന്നും വേണ്ട, ഒന്ന് വാടി കിട്ടുന്ന രീതിയിൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ചോറിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ലല്ലോ ചില ചെറിയ പൊടീസിനൊന്നും. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു പറഞ്ഞാൽ വേറെ കറിയുടെ ആവശ്യമില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആണെങ്കിലും ഓഫീസിലേക്ക് പോകുന്നവർക്കാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഇങ്ങനെ ആക്കി കൊടുത്തു പറഞ്ഞാൽ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല, ഇങ്ങനെ തന്നെ കഴിക്കാൻ കഴിയും കേട്ടോ. വളരെ സിമ്പിളാണ്. ഒരു അച്ചാർ എന്തെങ്കിലും കിട്ടിയാലും മതി കേട്ടോ. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഒരു 4 പച്ചമുളകും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സവോളക്ക് ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്ര മാത്രമൊക്കെ ആയാൽ മതി. ഇതിലോട്ട് ഞാൻ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയൊന്നും ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലോട്ട് ഞാൻ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ ഒരു പച്ചമണം പോകുന്നവരൊന്ന് ഇത്തിരി നേരം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് ടിഫിൻ ബോക്സിലാക്കി കൊടുത്ത് വിടുകയാണെങ്കിൽ നമ്മൾ പിന്നെ വേറെ കറിയുടെ ഒന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ കയ്യിൽ വല്ല അച്ചാറുണ്ടെങ്കിൽ ആക്കി കൊടുക്കുക, അത്ര മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സവോളയും എല്ലാം തന്നെ നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതിലോട്ട് നമ്മുടെ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് പെട്ടെന്നായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു തട്ട് വെച്ച് അടച്ചു കൊടുത്ത് 2 മിനിറ്റ് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയാൽ തക്കാളിക്ക് നന്നായിട്ടൊന്ന് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, പെട്ടെന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായി കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ എരിവൊക്കെ വേണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. അപ്പോൾ ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കായതുകൊണ്ടാണ് ആരാന്ന് പറഞ്ഞിട്ട്. നമുക്ക് വലിയവർക്കൊക്കെ ആണെങ്കിൽ 1 ടീസ്പൂൺ വരെയൊക്കെ മുളക് പൊടി ചേർക്കാം കേട്ടോ. പിന്നെ ഇതിലോട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയുടെ പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ പൊടികളുടെയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നവരൊന്ന് ഒരു ഇത്തിരി നേരം കൂടി നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. എത്ര മാത്രമേ വേണ്ടുള്ളൂ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നുണ്ട്. ഇത്രമാത്രം സാധനങ്ങളൊക്കെ ചേർത്തുകൊണ്ട് ഒന്നും അന്തം വിടേണ്ട കാര്യമില്ല കേട്ടോ. തക്കാളി സവോള എല്ലാം നമ്മുടെ വീട്ടിലുള്ളതല്ല. പച്ചമുളകില്ലേ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇല്ലാത്തതെല്ലാം നമ്മുടെ വീട്ടിലുള്ളതൊന്നും അതിന് വേണ്ടി നമ്മൾ കടയ്ക്ക് ഓടേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ചോറ് ചേർത്ത് കൊടുക്കുക മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് ചോറ് ചേർത്ത് കൊടുക്കാം. ചോറ് നമുക്ക് ഇഷ്ടമുള്ള ചോറ് ചേർത്ത് കൊടുക്കാവുന്നുള്ളൂ. മട്ടേരി ആണെങ്കിലും ഏതാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ ചേർക്കുന്നത് നമ്മുടെ ജയ ഏരിയയുടെ ചോറില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 2-3 ആൾക്ക് കഴിക്കാവുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് അവിടെ കാണിക്കുന്നത്. പിന്നെ നമുക്ക് ഇന്ന് നന്നായിട്ടൊന്ന് സവോളയുടെ മസാല എല്ലാം നമ്മുടെ ചോറിലോട്ട് പിടിപ്പിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നല്ലൊരു മണമൊക്കെ ആയിട്ടാണ് വരുന്നത്. എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി തക്കാളി ചോറ് തന്നെയാണത്. വളരെ സിമ്പിളായിട്ടാണത്. അപ്പോൾ നിങ്ങൾ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടൊക്കെ പല രീതിയിലും കാണുന്നുണ്ടെങ്കിൽ അതൊന്നും എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്ന രീതിയിലാണ് നമ്മുടെ തക്കാളി ചോറ്. ഒന്നും ഞാനിവിടെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ പോകുന്നൊരവസ്ഥയിലേക്ക് ഞാൻ ആരും ഇതാക്കില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അത്രയും ഇതായിട്ടുള്ള ഞാൻ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ.
അപ്പോൾ അതിലോട്ട് ഞാൻ ഇനി കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സവോളയിലേക്ക് മാത്രമല്ല ചേർത്തുള്ളൂ, കുറച്ച് ചോറിനും കൂടി ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ വേണ്ടുള്ളൂ. നമ്മുടെ തക്കാളി ചോറ് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഇതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. ഇവിടെ എങ്ങനെ ഉണ്ടാക്കിയാലാണ് കൂടുതലായിട്ട് പോവുക കേട്ടോ. അപ്പോൾ ഞാൻ മിക്കപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഇതാണ് ഈ തക്കാളി ചോറ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് നമ്മുടെ തക്കാളി ചോറൊന്നല്ല ഏതൊരു വീഡിയോ ആണെങ്കിലും ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ. എങ്കിൽ അടുത്ത് നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.